RK ജയരാജ് ലേക്ക് പോവുകയാണ്. അദ്ദേഹം റിട്ടയർഡ് SP ആണ്. പത്തനംതിട്ടയിൽ സേവനമനുഷ്ഠിച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ശ്രീ RK ജയരാജ്, ഇപ്പോൾ SITയുടെ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പത്മകുമാറിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെയാണ് സമയം. അപ്പോൾ മുകളിലുള്ളവരുടെ പേരുകൾ പറഞ്ഞെന്നും മുകളിലുള്ളവരുടെ അല്ലെങ്കിൽ മുൻ മന്ത്രിക്കെതിരെ മൊഴി നൽകിയതുമൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ എത്രത്തോളം അത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നെന്ന് വ്യക്തമല്ല. പക്ഷേ ഈ 2 ദിവസം വളരെ പ്രധാനമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ ജയരാജ്? അന്വേഷണത്തെക്കുറിച്ച് അറിഞ്ഞിടത്തോളം ഇതൊരു അവസാന ഘട്ടമെന്ന് പറയാൻ കഴിയില്ല ഒരിക്കലും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു ആദ്യഘട്ടമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ തുടക്കമാണ്. ഇനി എത്രയോ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതിൽ ഇതൊരു എന്താ പറയുക, ഒരു കളവ്, അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് സീരിയസ് ഒഫൻസുകളുള്ളൊരു ഇതാണ്. അത് മാസങ്ങളോളം അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ കുറ്റപത്രമൊക്കെ കൊടുത്ത് അവർ അവസാന ഘട്ടത്തിലേക്ക് എത്തുള്ളൂ. പക്ഷേ ശ്രീ ജയരാജ്, കോടതി നൽകിയ സമയം എന്നുള്ളത് 1.5 മാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അടുത്ത ആഴ്ച ഒരാഴ്ച കൂടിയേ ഉള്ളൂ ശരിക്കും കോടതി പറഞ്ഞ സമയം അവസാനിക്കാൻ. സമയം നീട്ടി ആവശ്യപ്പെടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഈ ചെറിയൊരു സമയത്തിനകത്ത് ഇത്രയും സെൻസേഷണലായിട്ടുള്ള ഒരു സീരിയസ് ക്രൈം അന്വേഷണം ഒരിക്കലും അവസാനിപ്പിക്കില്ല. കോടതി കൊടുത്ത സമയം അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. സ്വാഭാവികമായിട്ടും നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും നമ്മൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സമയം നീട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ അതിന് ഏർപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വേഗത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കട്ടിളപ്പടിയും ആയിട്ടുള്ളതും ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ളതുമായ അന്വേഷണം ആണല്ലോ ശരിക്കും നടത്തുന്നത്. രണ്ട് FIRകളാണ്. അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് എത്രത്തോളം ശരിയാണ്? മറ്റു കാര്യങ്ങളും ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ പല കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും അന്വേഷിക്കും, ഇതും അന്വേഷിക്കും, അതും അന്വേഷിക്കേണ്ടതാണ്, ഇതും അന്വേഷിക്കേണ്ടതാണ് എന്നൊക്കെ. പക്ഷെ അതിലേക്കൊക്കെ SIT കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുറമെ സമൂഹത്തിന് കിട്ടുന്നൊരു വിവരം എന്ന് പറയുന്നത്, പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിനോടൊപ്പം ഹാജരാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ആ പബ്ലിക് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വെച്ച് ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു 6 അറസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ആ അറസ്റ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള എവിഡൻസുകൾ കിട്ടിയതിന് ശേഷമായിരിക്കാം അവർ അറസ്റ്റ് നടന്നത്. പക്ഷെ അതൊന്നും ആവുന്നില്ല എവിഡൻസുകളെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ പ്രധാനമായിട്ടെന്ന് പറയുന്നത് അവിടുന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമാണ്. അത് റിക്കവർ ചെയ്തിട്ടില്ല. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് നമ്മുടെ ഇതൊക്കെ 19-20 കാലഘട്ടത്തിലായതുകൊണ്ട് പഴയ IPCയും CRPC ഒക്കെയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുക. അപ്പോൾ അന്നത്തെ ഈ 27 റിക്കവറി എന്നുള്ളത് പ്രതിയുടെ മൊഴി അനുസരിച്ച് പോയി അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ സ്വർണം തിരിച്ചു കിട്ടണം. അത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. കാരണം പാളിയായിട്ട് അവിടെ പതിപ്പിച്ച സ്വർണം ഒരിക്കലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പാളിയായിട്ട് തന്നെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. അത് സ്വാഭാവികമായിട്ട് ഉരുക്കി വേറെ ഏതെങ്കിലും രൂപത്തിലായിട്ടുണ്ടാവും. അപ്പോൾ അത് കോടതിയിൽ പ്രോപ്പർട്ടി ആയിട്ട് അത് ഹാജരാക്കുമ്പോൾ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. ഒരു കൺഫെഷൻ ഉണ്ടാവണം, ഒരു കുറ്റസമ്മത മൊഴി പ്രതികളിൽ ഉണ്ടാവണം. അത് ഇതുപോലെയുള്ള ഇങ്ങനെ ഒരു സാധാരണ ഒരു ഹെബിച്വൽ ഒഫൻഡേഴ്സ് അല്ല, ഇങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനുള്ള ആളുകളാണ്, പ്രതികളാണ്. അപ്പോൾ അവരിൽ നിന്ന് ഒരു എക്സ്ട്രാക്റ്റർ കൺഫെഷൻ ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഹെൽക്കൂലിയൻ ടാസ്ക്കായിട്ട് ഈ SITയുടെ മുന്നിലുണ്ടാവും. അപ്പോൾ അത് SIT അതിന് കണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. അതുപോലെ തന്നെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് ഒഫൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഈ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ഇൻകം, വരുമാനത്തിലേക്ക് കൂടുതൽ അവർ സമ്പാദിച്ചു എന്ന് കാണിക്കാനായിട്ട് അവർ റോങ്ഫുൾ ഗെയിൻ ഉണ്ടാക്കിയെന്ന്, നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റോങ്ഫുൾ ഗെയിനായിട്ട് അവർ ഉണ്ടാക്കി, സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന് കാണിക്കണമെങ്കിൽ ആ വസ്തുക്കളൊക്കെ കണ്ടുകെട്ടാനും അത് പ്രോപ്പർട്ടിയിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരണമെങ്കിലൊക്കെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ആധികാരികമായിട്ട് ഇത്രയും എനിക്ക് പറയാൻ കഴിയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.